ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ പ്രവാസികൾ, ബാച്ചിലറായി താമസിക്കുന്ന പ്രവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ പറയുക? നിങ്ങൾക്ക് നമ്മൾ പുലർച്ചയ്ക്ക് 3 മണിക്കും 4 മണിക്ക് എണീറ്റ് ജോലിക്ക് പോകും. അത് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ കേവലം 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ മാത്രം ഉറങ്ങുള്ളൂ, 5 മണിക്കൂർ, അതിൽ കൂടുതൽ ഉറങ്ങില്ല. അതും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമ്മൾ നൈറ്റ് ഡ്യൂട്ടി നമ്മൾ ചെയ്യും, അതും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയം, ബാച്ചിലറായി താമസിക്കുന്ന പ്രവാസികളെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിഷയമാണ് ഫുഡ്. ഇപ്പം നമ്മൾ ആദ്യം തുടക്കത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലെല്ലാം കണക്കൂട്ടി അവസാനം പറയും മടുപ്പ് വന്ന് അങ്ങനെ നിർത്തും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മെസ്സേജ് ചേരും. മെസ്സേജ് ചേർന്ന് മാക്സിമം 2 മാസം. പിന്നെ നമ്മൾ പറയും കറി ശരിയില്ല, പിന്നെ ഒരേപോലത്തെ കറി ഒരേപോലത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് നിർത്തും. പിന്നെ മൂന്നാമത് നമ്മൾ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ റൂമിലെ ആൾക്കാരുടെ കൂട്ടത്തിൽ മെസ്സിന് ചേരും. മെസ്സിന് ചേർന്ന് ചിലപ്പോൾ ഞാനായിരിക്കും ഇന്ന് ഉണ്ടാക്കേണ്ട ഭക്ഷണം, ഞാൻ ലേറ്റായിട്ട് വരും, അല്ലെങ്കിൽ പാത്രം കഴുകേണ്ട പ്രശ്നങ്ങൾ, ഇതൊക്കെ കൊണ്ട് നമ്മൾ അതും നിർത്തും. മാക്സിമം 1 മാസം 2 മാസം എങ്ങനെയെങ്കിലും ഓടിപ്പോയി നിർത്തും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്വന്തമായിട്ട് നമ്മൾ സെൽഫ് കുക്കിംഗ് നമ്മൾ മാത്രം ഉണ്ടാക്കാൻ തുടങ്ങും. അതോ ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. ഇപ്പം എൻ്റെ അടുത്ത് A to Z സാധനമുണ്ട്. എന്തെങ്കിൽ ചെറുപയർ, കടല, പരിപ്പ്, ഒരു പലചരക്കടയിലുള്ള എല്ലാ സാധനവും എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നിങ്ങനെ കിച്ചണിൽ ഇരുന്ന് ആലോചിക്കുക എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിക്കുക. മിക്കവാറും എല്ലാ പ്രവാസികളുടെ കാര്യം ഇത് തന്നെയായിരിക്കും. ബാച്ചിലറായി താമസിക്കുന്ന പ്രവാസികളുടെ കാര്യം തന്നെ. ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക, ബ്രെഡും ഒരു ബിസ്ക്കറ്റായിട്ട് കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങാം, വയ്യ. അപ്പോൾ ഇത് എല്ലാ പ്രവാസികളുടെ കാര്യമില്ല. സത്യമല്ല ഞാൻ പറഞ്ഞത്, സത്യം തന്നെയാണ്. എല്ലാവരുടെ കാര്യം ഇത് തന്നെയായിരിക്കും. ഓക്കെ, ബൈ.